ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. യുദ്ധം 6 ആഴ്ചത്തേക്ക് നിർത്താമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നും കത്ത്. ഇസ്രായേൽ നൽകിയ 4 പേജുള്ള സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് പുറത്തുവിട്ടു. ഇസ്രായേൽ നിർദ്ദേശം പ്രാഥമികമായി ഹമാസ് അംഗീകരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുകയാണ്. റഫേലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ലോകത്തിനറിയാൻ വൻ ബ്രേക്കിംഗ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തു. യുദ്ധം അവസാനിക്കാനുള്ള സമയമാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. പുതിയ ദിവസം ആരംഭിക്കുവാനുള്ള സമയമായി, പുതിയ കാലഘട്ടത്തിലേക്ക് നീങ്ങാൻ അവസരമായി. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ടെലിവിഷൻ പ്രസംഗത്തിൽ ബൈഡൻ പറഞ്ഞു, സമാധാനത്തിനുള്ള ഈ അവസരം മുതലെടുക്കുവാൻ ഹമാസിന് കഴിയണം. ഇസ്രായേൽ ഒരു പുതിയ സമാധാന നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. ഈ സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണം. അത് ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. 81-കാരനായ ഡെമോക്രാറ്റുകാരനും അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ബൈഡൻ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടത്. ഹമാസ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ള ഈ സമാധാന കരാർ അംഗീകരിച്ച് ബന്ദികളെ വിട്ടയക്കേണ്ടതുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയവുമായി എന്ന് ഇസ്രായേലിന്റെ സമാധാന നിർദ്ദേശങ്ങളെ പിന്തുണച്ച് ബൈഡൻ പറഞ്ഞു. ഏകദേശം 6 ആഴ്ച സമയം കൊണ്ട് പൂർണ്ണമായ വെടിനിർത്തൽ, അതാണ് ഈ സമാധാന നിർദ്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതടക്കം ഉള്ള കാര്യങ്ങളുണ്ട്. 100 കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തടവുകാരെ വിട്ടയക്കുമോ, പലസ്തീൻ തടവുകാരുടെ എണ്ണം എത്രയെണ്ണം വിട്ടയക്കണം, ഇതിൻ്റെ എല്ലാം ചർച്ചകൾ തുടങ്ങേണ്ടതുണ്ട്. ഏതായാലും സമാധാന കരാറിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഏറ്റവും വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇസ്രായേലാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ തയ്യാറാക്കിയ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ അമേരിക്കയും അമേരിക്കൻ സംവിധാനങ്ങളും പുഷ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്തർദേശീയ തലത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉള്ള വ്യക്തമായിട്ടുള്ള പ്രതികരണം ഈ വിഷയത്തിൽ, യുദ്ധം അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ അന്ത്യം കണ്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ. യുദ്ധത്തിന്റെ പൂർണ്ണമായ ഒരു വിരാമം ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നില്ല. 6 ആഴ്ചത്തേക്കുള്ള ഒരു പരിഹാര നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര എതിർപ്പുകളെ അവഗണിച്ച് തങ്ങളുടെ സൈന്യം വെള്ളിയാഴ്ച റഫയിലേക്ക് വീണ്ടും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതായിട്ടും ഇസ്രായേൽ അവസാന ഘട്ടത്തിലെ പ്രസ്താവനയിൽ പറയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചിട്ടില്ല. പലസ്തീനിൽ ജനങ്ങൾ വലിയ തോതിലുള്ള നരകം അനുഭവിക്കുകയാണ്, പലസ്തീൻ ഒരു നരകതുല്യമായ അവസ്ഥയിലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിച്ചു. മാരകമായ റഫേലെ ആക്രമണം, ക്യാമ്പിന് തീയിട്ട ഇസ്രായേലിന്റെ നടപടി, ഇതൊന്നും US പ്രസിഡന്റ് പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 45 പേർ കൊലപ്പെടുകയും 250 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയ ഒരു ഇൻസിഡന്റ് ഗാസയിലെ റഫേൽ ഉണ്ടായിരുന്നു. ഇതൊന്നും അമേരിക്ക പരാമർശിച്ചിട്ടില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗത്തിന്റെ ബ്രീഫിംഗുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നത്, ഇസ്രായേലിന്റെ ലക്ഷ്യം ഒരു പരിധിവരെ ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. ഹമാസിനെ ഇല്ലാതാക്കുവാനും ഹമാസിന്റെ സൈനിക സംവിധാനം തകർക്കുവാനും അല്ലെങ്കിൽ അത് കുറയ്ക്കുവാനും ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേലിന്റെ നിർദ്ദേശം വളരെ വിശദമായതും 4.5 പേജുള്ളതുമായ ഒരു കരാറാണ് എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടപ്പാക്കുക. ഏകദേശം 6 ആഴ്ചത്തെ സമയമാണ് ഇസ്രായേൽ ഈ കരാർ നടപ്പാക്കുവാൻ ആവശ്യപ്പെടുന്നത്. ഈ കരാർ നടപ്പാക്കുമ്പോൾ ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി എത്ര പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന അനുപാതം ഇനി ഇരു കക്ഷികളും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. 2ഉം 3ഉം ഘട്ടത്തിൽ എത്തിയാൽ ഇസ്രായേലിന് സ്വന്തം സുരക്ഷയെക്കുറിച്ച് ചില ഗ്യാരണ്ടികൾ, ചില കാര്യങ്ങൾ പറയുവാൻ ഉണ്ടായിരിക്കും. ഇസ്രായേലിനെതിരായിട്ടുള്ള തീവ്രവാദത്തിനും ഭീഷണിക്കും ഇനി ഗാസയുടെ മണ്ണ് ഒരു കാരണവശാലും വേദിയാകുവാൻ പാടില്ല. ഗാസയിൽ നിന്നും ഒരു മിസൈൽ പോലും ഇസ്രായേലിലേക്ക് ഉണ്ടാകരുത്. നിലവിൽ നരകമാണ് ഗാസ. അവിടെ വീണ്ടും വലിയ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഇനി ഒരിക്കലും ഗാസയിലെ ജനങ്ങളോ പലസ്തീൻ
പലസ്തീനോ അല്ലെങ്കിൽ പലസ്തീനെ സ്നേഹിക്കുന്ന രാജ്യങ്ങളോ ഇടവരുത്തരുത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണം ഗാസയിൽ ഉണ്ടാകണം. മൂന്നാം ഘട്ടം ഗാസയുടെ പുനർനിർമ്മാണ പരിപാടിയാണ് ഈ കരാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹങ്ങളും UN-ഉം പൂർണ്ണ പിന്തുണ കൊടുക്കും. മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക, വീട്, കക്കൂസ്, കുളിമുറി, സ്കൂൾ എന്നിവ ഗാസയിൽ പുനർനിർമ്മിക്കുക എന്നവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇസ്രായേലിന്റെ സമാധാന കരാറിൽ. ഗാസ ആര് ഭരിക്കും? ഇതാണ് ഇസ്രായേലിന്റെ ഒരു നിലപാട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാധാന കരാറിൽ ഹമാസിനെ ഗാസ ഭരിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ഈ കരാറിൽ ഇസ്രായേൽ പറയുന്നു. ഗാസ ഭരിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥിരത കൈവരിക്കുവാനും ഗാസയിൽ സമാധാനം കൈവരിക്കുവാനും അയൽവാസിയായ ഇസ്രായേലിന് സുരക്ഷിതമായിട്ട് അവിടെ അയൽപക്കത്ത് തങ്ങുവാനും കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടം, ഹമാസ് ഇല്ലാത്ത ഒരു ഭരണകൂടം ഗാസയിൽ ഉണ്ടാകണം. അതാണ് ഇസ്രായേൽ ഈ സമാധാന കരാറിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഇസ്രായേൽ നൽകിയ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റും ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ഹമാസ് ഈ കരാർ അംഗീകരിച്ചേ പറ്റൂ, യുദ്ധം നിർത്തുവാനുള്ള സമയമായി, ഹമാസിനെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും വേണ്ടിയിട്ടുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ അവതരിപ്പിച്ച നിർദ്ദേശത്തെ ഭീകര സംഘം അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പ്രസ്താവനകൾ ഇപ്പോൾ പുറത്തു വന്നു. ബൈഡന്റെ പ്രസംഗത്തിൽ ഇസ്രായേൽ ഒരു സമഗ്രമായിട്ടുള്ള നിർദ്ദേശം വാഗ്ദാനം ചെയ്തതായിട്ട് പറഞ്ഞിരുന്നു. ശാശ്വതമായ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ നിർദ്ദേശം വെച്ചിരുന്നു. ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ, അംഗീകരിക്കുന്ന രീതിയിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വെടിനിർത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ്. കാരണം നരകമായി ഇപ്പോൾ പലസ്തീൻ, വലിയ വലിയ വിഷയങ്ങൾ, വലിയ വലിയ നരകത്തിലേക്ക് ഓരോ മണിക്കൂറിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തു, ബന്ദികളെ തരാം എന്ന് ആദ്യമായിട്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് ഒരു നിർദ്ദേശം വന്നത്. പക്ഷേ ആദ്യം വെടിനിർത്തില്ല, ആദ്യം ബന്ദികളെ വിട്ടയക്കൂ, അതിനുശേഷം വെടിനിർത്താം എന്നായിരുന്നു ഇസ്രായേലിന്റെ തിരികെയുള്ള പ്രതികരണം. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോ ബൈഡന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ബാരക് ഒബാമ, മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ് ബാരക് ഒബാമ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ നിർദ്ദേശത്തെയും ബാരക് ഒബാമ പ്രശംസിച്ചു. അമേരിക്ക ഇടപെട്ട് ഈ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാക്കുകയാണ് എന്ന് ബരാക് ഒബാമ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. അവിടുത്തെ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ, വടക്കൻ ഗാസയിലെ ജബാലി അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ 2 ആഴ്ചയായി നീണ്ടുനിന്ന ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചു. ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിന്മാറുമ്പോൾ ജബാലിയയുടെ അവസ്ഥ ഒരു പ്രേതാലയം പോലെയാണ്. മുഴുവൻ തകർന്ന് തരിപ്പണമായി. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പിന്മാറി. തെക്കൻ ഗാസയിലെ റഫ മധ്യനഗരത്തിലെത്തിയ സൈന്യം ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കങ്ങളും ആയുധശേഖരങ്ങളും എല്ലാം കണ്ടെത്തി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. പടിഞ്ഞാറൻ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിന് പിന്നാലെ നഗരഹൃദയത്തോട് ചേർന്ന ഷബൂര ക്യാമ്പിൽ സൈന്യം റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. അക്രമങ്ങളുടെ മൂർധന്യാവസ്ഥയിലാണ് റഫ ഇപ്പോൾ. 60ഓളം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 20 ദിവസം നീണ്ടുനിന്ന ജബാലിയ ആക്രമണത്തിൽ 1000-ലേറെ വീടുകൾ നശിച്ചു. ക്യാമ്പിലെ നിരവധി കെട്ടിടങ്ങളിലും ക്യാമ്പിലേക്കും ഇസ്രായേൽ സൈന്യത്തിന്റെ പീരങ്കികൾ എരച്ചു കയറി. അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു. UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ 170 കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തു. ഇതെല്ലാം റഫയിലെ വലിയ നടന്നുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് വഴി അവതരിപ്പിച്ചിരിക്കുന്നത്.
ഗാസയെ ഒരു ടെന്റ് നഗരം ആക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ഈ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ പറഞ്ഞത്. ഗാസയുടെ മുഖം മാറ്റും, ഇതൊരു ടെന്റ് സിറ്റിയാക്കും, എല്ലാ കെട്ടിടങ്ങളും വീടുകളും എല്ലാം അടിച്ചു നിരത്തി ഗാസയെ പ്ലാസ്റ്റിക് കൂടാരത്തിലേക്ക് മാറ്റി. അവസാനം ആയിട്ട് റഫയെയും ആ നിലയിലേക്ക് ഇസ്രായേൽ മാറ്റിയിരിക്കുന്നു. റഫയിലും കടന്നു കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഈജിപ്ത് അതിർത്തിയിലുള്ള റഫയിലെ എല്ലാ തുരങ്കങ്ങളും നശിപ്പിക്കുകയും ചെയ്ത് ഏകദേശം ഗാസയിലെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ പൂർണ്ണമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു സമാധാന കരാറും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.